ഹായ് അസ്സാം വലൈക്കും. എൻ്റെ പേര് ജസ്ന കേട്ടോ. എൻ്റെ വീട് വരുന്നത് ബിദർക്കാട് എന്നാണ്. തമിഴ്നാട് സ്റ്റേറ്റാണ്. നീലഗിരി ഡിസ്ട്രിക്റ്റിൽ ബിദർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വയനാടിൻ്റെ ഒരു ബോർഡറായിട്ട് വരും കേട്ടോ. സുൽത്താൻ ബത്തേരിൻ്റെ ഒരു ബോർഡർ എന്ന സ്ഥലത്താണ് നമ്മളെ വീട് ഞാൻ താമസിക്കുന്നത്. പിന്നെ എനിക്ക് 2 കുട്ടികളാണ്, ഒരു മോനും ഒരു മോളും. മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു കേട്ടോ. അവർക്ക് സ്കൂളിൽ പോയി. ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ എന്ന് 2-3 കൂട്ടുകാർ ചോദിച്ചു. പിന്നെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുമോ, അപ്പോഴാണ് കാണാനൊന്ന് ഇൻട്രസ്റ്റ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനും പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം, അങ്ങനെയൊക്കെ ആയിട്ട് ഒന്ന് ഇറങ്ങാം കേട്ടോ. ബാക്കി വീഡിയോസ് എന്താണെന്ന് കണ്ടു നോക്കൂ. ഇഷ്ടമായ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങൾ എന്തെങ്കിലും വിലയേറിയ സജഷൻ ഉണ്ടെങ്കിൽ അന്നത്തെ പോലെ കുറേ കൂട്ടുകാർ പറഞ്ഞു തന്ന പോലെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറയാനും മടിക്കരുത് കേട്ടോ. വീഡിയോക്ക് പോവാം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ട് ബത്തേരി എത്താറായിട്ടോ. അപ്പോൾ അത് അവിടെ ഒരു ഫ്രൂട്ട് സർബത്ത് കാറിലൊരു ചേട്ടൻ വെക്കണ കണ്ടു. ലാസ്റ്റ് വീക്ക് നമ്മൾ ഇവിടുന്ന് കുടിച്ചായിരുന്നു. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായത് കണ്ടപ്പോൾ നമ്മൾ ഒന്നുകൂടെ നിർത്തി ഇവിടുന്ന് ഒരു ഗ്ലാസ് കൂടെ കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. 25 രൂപയാണ് ഒന്നിനുള്ളൂ. അങ്ങനെ നമ്മൾ ബത്തേരി പോയി കൊടുക്കുകയാണ്. നല്ല വെയിലാട്ടോ. അപ്പോൾ ഈ സമയത്ത് എല്ലാ ഫ്രണ്ട്സും നല്ല വെള്ളമൊക്കെ കുടിക്കുക, നല്ല ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ വെള്ളം കുടീൻ്റെ ഒരു കുറവുകൊണ്ടാണ് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടത്. മുമ്പിൽ കൂടെ ഒരു താത്ത കടന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് കാട്ടണണ്ടില്ലേ, ഞങ്ങൾ പറഞ്ഞ് ചിരിച്ച് പോകുക കേട്ടോ. ലേഡീസിൻ്റെ ഡ്രൈവിങ്ങിനെ പറഞ്ഞിട്ട് എല്ലാവരും ഇല്ല, ചിലവരൊക്കെ ഇങ്ങനെയാണ്. അങ്ങനെതാ നമ്മുടെ ബത്തേരി ടൗൺ എത്താറായിട്ടോ. അവിടെയുള്ളൊരു സ്കൂളും ചേർച്ചൊക്കെ ആയിട്ടാണ് ഇതൊക്കെ കാണുന്നത്. നമ്മളിതാ റീച്ച് ആയിക്കൊണ്ട് ബത്തേരി ടൗൺ എത്തിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പറഞ്ഞ പേപ്പർ പൂ എന്നൊക്കെ പറഞ്ഞിരുന്ന പൂ ഇപ്പോൾ ബൊഗൈൻവില്ല എന്നൊക്കെ അറിയപ്പെട്ട് നല്ല വിലയും കൊടുത്ത് നമ്മൾ വാങ്ങി നടന്നുണ്ട് കേട്ടോ. കാണാനും ഭംഗിയാണ്. അധികം വെള്ളം ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ്. നല്ല ഫ്ലവറിങ് വന്ന് നല്ല ഭംഗിയാണ് അത് കാണാൻ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ റോഡ് എത്താറായിട്ടോ.
വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടെന്ന് വിചാരിക്കുന്നു. അതാ ഒ പിയിൽ നിന്ന് ടിക്കറ്റ് മേടിക്കുകയാണ് കേട്ടോ. ലേഡീസിൻ്റെ ലൈനിൽ നിന്നിട്ട് ഇതാ അവിടെ കുട്ടികൾ കളിക്കണ പോലെ സാധാരണ അത് എക്സസൈസ് ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികളത് കളിക്കാനുള്ള പാർക്ക് പോലെ യൂസ് ചെയ്യുന്നത് കണ്ട. മരുന്ന് വാങ്ങുന്നിടത്തൊക്കെ എല്ലാം റഷ് ഉണ്ടോ, നല്ല തിരക്കാണേ. അങ്ങനെ തിരക്കിലിരുന്ന് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ കുറച്ച് ലാബിൽ ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ തന്നു. അത് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ താഴത്തെ കൗണ്ടറിലോട്ട് പോകാം കേട്ടോ. ഇങ്ങനെ ഒരു ജോയിൻ്റാണ് അടുത്ത ബിൽഡിങ്ങിലോട്ട്. അങ്ങനെ പോയിട്ട് അതിൻ്റെ താഴത്തെ നെല്ലിലോട്ട് പോകണം. അവിടെയാണ് ലാബ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ബ്ലഡൊക്കെ കൊടുക്കാൻ വേണ്ടി ലാബിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും നല്ല തിരക്കായിരുന്നു, ലാബിലും നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ലാബിൽ ബ്ലഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് റിസൾട്ട് കിട്ടാൻ 2 hours എടുക്കുന്നത് പറഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ട് പോയിട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നിർത്താൻ കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ഊണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് എനിക്ക് ഓർമ്മ വരുമ്പോൾ നമ്മളെ ബമ്പർച്ചെരിയത്തെ സുതിമോളാണ് എനിക്ക് ഓർമ്മ വരിക, രാജാവിനെ. നിങ്ങളത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വരിക കേട്ടോ. ഇവിടുത്തെ സിമ്പിൾ ഊണായിരിക്കും, പക്ഷെ നമ്മളെ വീട്ടിലത്തെ ഫുഡ് പോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഹസ്ബൻഡ് കഴിച്ചത് ഫ്രൈഡ് റൈസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് കയറി. നമ്മൾ മിൻറ്റ് മാൾ, ബത്തേരി മിൻറ്റ് മാളിൽ ഷോപ്പിങ്സിൽ വെച്ച് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കി വാങ്ങി. അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ റിസൾട്ടിന് ടൈമായിട്ടോ. അത് മേടിക്കാൻ വേണ്ടി അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് തന്നെ തിരിച്ചു പോയി. അങ്ങനെ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് ഇറങ്ങി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയും കണ്ട് മക്കൾ വരാനാകുമ്പോഴത്തേന് വീട്ടിലെത്തി കേട്ടോ. അത്രയേ ഉള്ളൂ. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. താങ്ക് യു ഫോർ വാച്ചിങ്.